സുഖദുഃഖ സമ്മിശ്രമായ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരു വിടുതൽ തന്നിട്ട് അതിനാർപ്പോടെ ദൈവത്തിന് സ്തുതി പറയണോ? ചില വിഷയത്തിൻ്റെ ദുഃഖം മനുഷ്യ മനസ്സുകളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ അവർ കൊതിക്കുന്നൊരു കാര്യമുണ്ട്. ഈ വിഷയത്തിന് ഉടനെ വിടുതൽ കിട്ടും, ഞാൻ ആർപ്പോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് വായിക്കുന്നത്. ഈ വചനത്തിന് മുമ്പിൽ ഒരു ആത്മീക ദൂതുണ്ട്. നിന്റെ ദുഃഖങ്ങളെല്ലാം മാറി നീ ആർപ്പോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോകുന്നു. അതാണ് ഇന്നത്തെ സന്ദേശം. 95-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം, വരുവീൻ നാം യഹോവയ്ക്ക് ഘോഷിച്ച് ഉല്ലസിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഘോഷിച്ച് ഉല്ലസിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആനന്ദിക്കുക. എന്നിട്ട് രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടണം, അതായത് ദൈവത്തിന് സ്തുതി കൊടുക്കണം. എന്താണ് ഈ വചനത്തിന്റെ പിന്നിലെ ആത്മിക വെളിപ്പാട്? അത് അല്പസമയം വിവരിക്കാൻ പോകുകയാണ്. ഒരിക്കലും സന്തോഷിക്കാൻ കഴിയാത്തവർ, ആനന്ദിക്കാൻ കഴിയാത്തവർ, എന്നും ജീവിതത്തിൽ ദുഃഖമേ ഉള്ളോ എന്ന് ചോദിക്കുന്ന ചിലരോട് ദൈവത്തിന് മറുപടിയുണ്ട്. ഈ ദിവസങ്ങളിൽ നിന്റെ ദുഃഖം സന്തോഷമായി മാറും, നിന്റെ പരാജയം വിജയമായി മാറും. മനസ്സുകൊണ്ട് പറയണം, ഞാൻ ദൈവത്തിന് ആർപ്പിടുന്ന ദിവസങ്ങൾ വരിക. ഇസ്രായേൽ മക്കൾ എരീഹോവിന്റെ അടുക്കലെത്തി. എരീഹോവ് മതില് ആർക്കും ഇടിക്കുവാൻ കഴിയത്തില്ല. ഇവിടുന്ന് ആരെയും അകത്തോട്ട് വിടത്തില്ല, അവിടുന്ന് ആരെയും പുറത്തേക്കും വിടത്തില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയാത്. പക്ഷേ എരീഹോവിലെ ആൾക്കാർ പറഞ്ഞു, ആരെയും അങ്ങോട്ട് കടത്തിവിടത്തില്ല. യോശുവ ഒരു കാഴ്ച കാണുക. മിന്നുന്ന വാളുമായി ഒരു ദൈവദൂതൻ വന്നു നിൽക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറയുകയാണ്, ഈ വാഗ്ദത്തത്തിലേക്ക് എങ്ങനെ നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി കയറ്റാമെന്ന് ദൂത് പറയാൻ വന്നതാണ്. 6 ദിവസം എരീഹോവിനെ ചുറ്റണം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റിയിട്ട് ഒടുവിൽ ഒന്നിച്ച് വിടുതലായി എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പിടണം. ആർപ്പിടുമ്പോൾ എരീഹോവിന്റെ മതില് വീഴും, നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്തും. ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക, നിനക്ക് മുമ്പ് നിൽക്കുന്ന തടസ്സങ്ങളെ ദിവസങ്ങളെ നിലംപരിച്ചാകും, നീ വാഗ്ദത്തത്തിൽ കാലുകുത്തും, നിന്റെ ദൈവത്തിന് ആർപ്പിടാനുള്ള സമയമായി. ഒന്നിച്ച് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, മുമ്പിൽ വെളിപ്പെട്ട തടസ്സങ്ങളെ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട്. സ്തോത്രം. രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ രക്ഷയുടെ പാറയ്ക്ക് നീ ആർപ്പിടും. അതിന് സമയമായി. ഗോഡ് ബ്ലസ് യു.